വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഒരു ബജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. റെഡ്മി 14C. ഇന്ത്യയുടെ ഏകദേശം 9,000 രൂപയിൽ താഴെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുന്നതാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ലഭിക്കുന്നുണ്ട്. 33 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു പക്ഷയുടെ റീസൺ ഞാൻ ബാറ്ററിയുടെ ആ ഒരു സെക്ഷനിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ Type-A to Type-C ചാർജിങ് കേബിൾ, പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റെഡ്മി 14C. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഡ്രീമി പേർപ്പിൾ, സേജ് ഗ്രീൻ, സ്റ്റാറി ബ്ലൂ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് കളറിലും പേർപ്പിൾ കളറിലും ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറിൽ ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ കളറിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ബോഡി വെയ്റ്റിൻ്റെ കാര്യത്തിലും ഗ്ലാസ് മെറ്റീരിയൽ 211 ഗ്രാമും, പ്ലാസ്റ്റിക് മെറ്റീരിയൽ 204 ഗ്രാമും, അതുപോലെ തന്നെ ലെതർ മെറ്റീരിയൽ 207 ഗ്രാമാണ് വരുന്നത്. 8.2 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു സർക്കിളായിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ്. അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ ബോക്സി ഡിസൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു സൈസ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. സിംഗിൾ ഹാൻഡ് യൂസിന് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ വശത്തായിട്ട് 3.5 mm ഒരു ഇയർഫോൺ ജാക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. 3 കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. താഴ്വശത്തായിട്ട് ഒരു ഇന്റേണൽ മൈക്ക്, Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.88 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. HD+ ആണ് റെസൊല്യൂഷന്. 450 nits ആണ് ബ്രൈറ്റ്നസ് ലെവൽ. 600 nits ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ചിട്ട് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി നമുക്ക് യൂട്യൂബിലൊക്കെ അപ് ടു 4K റെസൊല്യൂഷൻ വരെയൊക്കെ നമുക്ക് ഇതിൽ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. MediaTekന്റെ Helio G81 Ultra എന്ന് പറയുന്ന 4G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്ടാ കോറിൽ 2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Mali G52 MC2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. എനിവേ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു നോർമൽ യൂസേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊരു ബജറ്റ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിലുള്ള ആ ഒരു സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അല്ലാതെ ഒരുപാട് മൾട്ടി ടാസ്കിങ്ങോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. എസ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ Asphalt 9 ആണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. എനിക്കൊരു ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഇതിൽ പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ലാതെ ഗംഭീരമായിട്ടുള്ള ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓവറോൾ ഒരു പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എനിക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. 4GB റാമിൽ 128ഉം 8GB റാമിൽ 256GB LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ റാം എത്രയാണോ അത്ര തന്നെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കും. അതുപോലെ 3 കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്, ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. അതുപോലെ തന്നെ NFC ഡിപ്പെൻസ് ഓൺ റീജിയൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിൽ NFC സപ്പോർട്ടുമല്ല. എനിവേ ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. HyperOS ആണ് വരുന്നത്. ചെറിയ രീതിയിൽ ബ്ലൂടൂത്തും ആഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ റെഡ്മി സ്മാർട്ട് ഫോണിലുള്ള പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും സോഫ്റ്റ്വെയറിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5160 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 18 വാട്ടാണ് മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ചാർജർ തന്നു എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു കാര്യമാണ്. മാത്രമല്ല
18 വാട്ട് സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണൊപ്പം 33 വാട്ടിൻ്റെ ചാർജർ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റ് റെഡ്മി സ്മാർട്ട് ഫോണുകളൊക്കെ 33 വാട്ട് ചാർജർ സപ്പോർട്ടുള്ളതിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഈ ഒരു സ്മാർട്ട് ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ലൗഡി അല്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ്, രണ്ടാമത്തത് ശരിക്കും ക്യാമറ എന്ന് വിളിക്കാൻ പറ്റില്ല, 0.8 മെഗാ പിക്സലിന്റെ ഓക്സിലറി ലെൻസ്. എനിവേ കഴിഞ്ഞ വർഷത്തെ 13C അപേക്ഷിച്ച് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടാണ് എനിക്ക് ഫോട്ടോഗ്രാഫി ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഡേലൈറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും HDRൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ഡീറ്റെയിൽസും അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയലക്ട് പെർഫോമൻസ് ആയിക്കോട്ടെ, HDR പെർഫോമൻസ് ആയിക്കോട്ടെ ഒക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 4+128 318 ഖത്തറിയാൽ ഏകദേശം ഇന്ത്യയുടെ 9,000 രൂപയിൽ താഴെയും 8+256 GB ആണെങ്കിൽ 418 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 11,000 രൂപയിൽ താഴെ. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഒക്ടോബർ 9 ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ ഏകദേശം 1,100 രൂപ വില വരുന്ന ഈ ഒരു റെഡ്മി ബഡ്സ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഇൻടെക്റ്റിൻ്റെ 2 വർഷത്തെ വാറണ്ടിയുള്ള സ്മാർട്ട് ഫോൺ വാങ്ങിയെങ്കിൽ മാത്രമേ ഈ ഒരു ബഡ്സ് നിങ്ങൾക്ക് ഒപ്പം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്നാണ് ഈ ഒരു റെഡ്മി സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇൻടെക്റ്റിൻ്റെ 2 വർഷത്തെ ആ ഒരു എംബ്ലം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അതല്ലാതെ ഷോപ്പ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ മറ്റ് പലതരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു നോർമൽ യൂസേഴ്സിന് പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് പരിഗണിക്കാനുള്ളത്. അതായത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു ഹെവി യൂസേജും കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറ്റില്ല. അല്പം സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ. ഓവറോൾ നിങ്ങളൊരു നോർമൽ യൂസർ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു റെഡ്മി 14C എന്ന് പറയുന്നത്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. ഇപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.